ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക മുന്നേറ്റവും ആഗോള വ്യാപാര രംഗത്ത് വർദ്ധിച്ചുവരുന്ന സ്വാധീനവും കണക്കിലെടുത്ത് അമേരിക്കയുമായി താൽക്കാലിക വ്യാപാര കരാറിൽ ധൃതി പിടിച്ച് ഒപ്പുവെക്കേണ്ടതില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കും ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന വ്യവസ്ഥകൾ ഉറപ്പാക്കിയ ശേഷമേ കരാറിലേക്ക് കടക്കൂ എന്ന സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരിനുള്ളത്. ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ച കയറ്റുമതി, മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളുടെ വ്യാപനം എന്നിവ ഇന്ത്യയുടെ വിലപേശൽ ശേഷി ഗണ്യമായി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീർ കഴിഞ്ഞ മാസം ന്യൂഡൽഹി സന്ദർശിച്ചപ്പോൾ തന്നെ ഇടക്കാല വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ നിർണായക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം തുടർന്നതിനാൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയില്ല. പ്രത്യേകിച്ച് ഇറക്കുമതി തീരുവ, വിപണി പ്രവേശനം, കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം, കയറ്റുമതിക്കുള്ള നികുതി ഇളവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സമവായം ഉണ്ടാകാത്തത്. ചൈന ഉൾപ്പെടെയുള്ള മറ്റു പ്രധാന കയറ്റുമതി രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന നികുതി ഇളവുകളും വ്യാപാര ആനുകൂല്യങ്ങളും ഇന്ത്യക്കും ബാധകമാകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ആവശ്യം. കൂടാതെ കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ അമേരിക്ക ഏകപക്ഷീയമായി പുതിയ ഇറക്കുമതി തീരുവകളോ അധിക നികുതികളോ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന ഉറപ്പും ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഇത്തരമൊരു ഉറപ്പ് ലഭിക്കാതെ ദീർഘകാല വ്യാപാര താൽപര്യങ്ങളെ ബാധിക്കുന്ന കരാറിലേക്ക് കടക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്നാണ് സൂചന. കാർഷിക മേഖല, ക്ഷീരോത്പാദന മേഖല, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങിയ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന മേഖലകളിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ആഭ്യന്തര കർഷകരുടെയും ചെറുകിട ഉൽപാദകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാതെ വിദേശ മത്സരത്തിന് വിപണി തുറന്നുകൊടുക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കില്ലെന്നും സർക്കാർ ആവർത്തിക്കുന്നു. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങൾക്കെതിരെ ഉയർന്ന ഇറക്കുമതി തീരുവകൾ പ്രഖ്യാപിക്കുകയും കടുത്ത വ്യാപാര നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലും ഇന്ത്യ അതിവേഗം കരാറിലെത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല. സമ്മർദ്ദത്തിന് വഴങ്ങാതെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കരാറുകൾ മാത്രമേ ഇന്ത്യ സ്വീകരിക്കൂ എന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് വ്യക്തമായ സാമ്പത്തിക നേട്ടവും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള അവസരവും ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെട്ടാൽ മാത്രമേ കരാർ അന്തിമമാകൂ എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ രാജ്യത്തിന്റെ ശക്തമായ സാമ്പത്തിക പ്രകടനമാണ് പ്രധാന കാരണം. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷങ്ങളും ആഗോള വ്യാപാരത്തിലെ അനിശ്ചിതത്വങ്ങളും നിലനിന്നിട്ടും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി ഏകദേശം 15% വളർച്ച രേഖപ്പെടുത്തി. നിർമ്മാണ മേഖല, ഔഷധ ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, സേവന കയറ്റുമതി തുടങ്ങിയ മേഖലകളിലെ മികച്ച പ്രകടനമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക സമാധാന കരാർ ഉണ്ടായതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണ വിധേയമായി. എണ്ണ ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയ ആശ്വാസമായി. ഇന്ധന ഇറക്കുമതി ചെലവ് കുറയ്ക്കുന്നതിലൂടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ധനക്കമ്മി കുറയ്ക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തേകാനും ഈ സാഹചര്യം സഹായകമാകുമെന്ന് കരുതുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സാധ്യതകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ ആഗോള നിക്ഷേപക സാമ്പത്തിക സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് 2026 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 6.8% ഉയർത്തിയിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് മുൻകൂട്ടി കണക്കാക്കിയതിലും താഴെയാകുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോഗം, അടിസ്ഥാന സൗകര്യ വികസനം, നിക്ഷേപ വർധന എന്നിവ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന ഘടകങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര സഹകരണം വിപുലീകരിക്കുന്നതും ഇന്ത്യയുടെ വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാരണമാണ്. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ മാസം പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം, നിക്ഷേപം, സേവന മേഖല, ഉൽപ്പന്ന കയറ്റുമതി എന്നിവയിൽ പുതിയ അവസരങ്ങൾ തുറന്നുകിട്ടും. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. അടുത്ത വർഷത്തിന്റെ ആദ്യ പാദത്തോടെ ഈ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം ഓസ്ട്രേലിയ, UAE, ഗൾഫ് രാജ്യങ്ങൾ, ആസിയാൻ മേഖല എന്നിവയുമായുള്ള വ്യാപാര ബന്ധവും ഇന്ത്യ തുടർച്ചയായി ശക്തിപ്പെടുത്തുകയാണ്. അതിനാൽ അമേരിക്കയുമായുള്ള കരാർ മാത്രമല്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആശ്രയമെന്ന സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവിധ രാജ്യങ്ങളുമായി വ്യാപാര അവസരങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ കയറ്റുമതി വിപണി കൂടുതൽ വൈവിധ്യവൽക്കരിക്കപ്പെടുകയും ആഗോള വ്യാപാരത്തിൽ രാജ്യത്തിന്റെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതേസമയം ട്രംപ് ഭരണകൂടം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചില കടുത്ത വ്യാപാര നയങ്ങളും ഉയർന്ന ഇറക്കുമതി തീരുവകളും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ നയപരമായ വെല്ലുവിളികൾ നേരിടുകയാണ്. നിരവധി വ്യവസായ സംഘടനകളും വ്യാപാര സ്ഥാപനങ്ങളും കോടതികളെ സമീപിച്ച സാഹചര്യത്തിൽ ഈ നയങ്ങളുടെ ഭാവിയെക്കുറിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തിടുക്കത്തിൽ കരാർ ഒപ്പിടുന്നതിനേക്കാൾ അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതുവരെ കാത്തിരിക്കുക, ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമഗ്രവും ദീർഘകാല പ്രയോജനമുള്ളതുമായ വ്യാപാര കരാർ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ നിലവിലെ നയമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.